നമ്മൾക്ക് ഈ ചെറുപ്പക്കാർ യുവാക്കളോട് ഭയങ്കര പരാതിയാണ്. അവരെ മുടി നമുക്ക് പ്രശ്നമാണ്, അവരെ മീശ നമുക്ക് പ്രശ്നമാണ്, അവരെ താടി നമുക്ക് പ്രശ്നമാണ്, ഡ്രസ്സ് നമുക്ക് വിഷയമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, അവരെ പള്ളിയിൽ കിട്ടുന്നില്ല, മദ്രസിൽ കിട്ടുന്നില്ല, സംഘടനാ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും നമ്മളെ നാട്ടിലെ യുവാക്കളില്ല. ഈ യുവാക്കൾ എങ്ങനെ വരിക? അവര് പള്ളിക്ക് വന്നാൽ കണ്ടില്ലേ ചങ്ങായിന്റെ കോലം, കണ്ടില്ലേ അവന്റെ പാൻറ് കണ്ടില്ലേ? ഈ കുട്ടികൾ പിന്നെ എങ്ങനെ വരും എന്നു മാത്രമല്ല, കാണുന്നോടത്ത് വെച്ചൊക്കെ ഈ കുട്ടികളെ നമ്മൾ അപകീർത്തിപ്പെടുത്തും. പീഡികത്തിണ്ണയിൽ ഇരുന്നിട്ട് നാട്ടിലുള്ള യുവാക്കളുടെ ചേലും കോലുമാണ് ചർച്ച. എന്നിട്ട് പിന്നെ നമ്മൾ പറയും കുട്ടികളെ പള്ളിയിലേക്ക് വരുന്നില്ല, മദ്രസയിലേക്ക് വരുന്നില്ല, ഒരു കാര്യത്തിനും കിട്ടുന്നില്ല. പറ്റുകയാണെങ്കിൽ ഒരു കല്യാണാന്വേഷണം വന്നാല് അത് മുടക്കാനുള്ള പണി കൊടുക്കും. അത് ഫുള്ള് കഞ്ചാവിലാണ്. അത് എങ്ങനെ നിങ്ങൾ അന്വേഷിച്ചാളി, പുറത്ത് അന്വേഷിച്ചേക്ക്, എന്താണെന്നറിയില്ല. അങ്ങനെ ഇതൊക്കെ അതിജീവിച്ച് ഈ യുവാവ് ഇനി എങ്ങനെങ്കിലും ഒരു പെണ്ണിനെ ശരിയായി നിക്കാഹൊക്കെ നടന്ന് സ്വന്തം പെണ്ണിനെയായിട്ട് അങ്ങാടിയിലൂടെ ഒന്ന് വാഹനത്തിൽ, കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോയാൽ അപ്പോൾക്ക് ഇവിടുന്ന് പിന്നെയും കുരു പൊട്ടാൻ തുടങ്ങി. അതാ പോണ കണ്ടില്ലേ? ഇത് പരമാവധി ചങ്ങായി മുടക്കി നോക്കിയതാണ്, എന്നിട്ട് മുടങ്ങിയില്ല. എന്നിട്ട് ഇപ്പൊ അപ്പുറത്തുനിന്ന് വിളിച്ചു പറയാൻ അതാ പോണ കണ്ടില്ലേ? ഈ കുട്ടികൾ എങ്ങനെ നമുക്ക് കിട്ടുക? പിന്നെ എങ്ങാനും ഒരു കുട്ടി റമദാനായപ്പോൾ ഒരു യുവാവ് ഒരു തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്കാട്ട് കയറിയാൽ അപ്പുറത്ത് കാരണം ഒരു ഇപ്പൊ ഒരു റമദാനിൽ വന്നതാ ഒരു തൊപ്പിയൊക്കെ ഇട്ട്, പിന്നെ അടുത്ത വക്തിനോ വരുമോ? വന്നിട്ട് അഥവാ ഫാൻ്റെ സ്വിച്ച് ഇട്ട് പോകുന്ന സമയത്ത് ആ ഫാൻ ഓഫാക്കാൻ മറന്നുപോയാൽ പിന്നെ അവനെ പൊരയും തേടിപ്പോലായി. നിങ്ങളെ കുട്ടീനെ പള്ളിക്ക് പറഞ്ഞേക്കരുത്, ഫാൻ്റെ സ്വിച്ച് ഓഫാക്കാതെയാണ് പോകുന്നത്. ആ യുവാവ് ദുആർക്കും, പഠിച്ചോനെ ആ ഹാജിയാർ കിടക്കണ പള്ളിക്കാട്ടിലേക്ക് പോലും എന്നെ കൊണ്ടുപോയി കിടത്തറുതേ റബ്ബേന്ന്. മരിച്ചാൽ പോലും സ്വൈര്യം തരൂല. നമ്മളെ ഈ യുവാക്കൾ അവരെ നമ്മൾ അടുത്ത് ഇടപഴകാത്തത് കൊണ്ടാണ്. എത്ര മാന്യന്മാരാന്നറിയാവര്. നമ്മളെ നാട്ടിലെ, നമ്മളെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് അവര് 2 ദിവസം 3 ദിവസം മുമ്പ് തന്നെ വന്ന് 5 പൈസ കൊടുത്തിട്ടല്ല, ആ യുവാക്കൾ ഒന്നടങ്കം വന്ന് അത് മുഴുവനും വൃത്തിയാക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അവസാനം അവിടെയുള്ള വേസ്റ്റും കത്തിച്ച് അതിന്റെ ചാരവും ശരിയാക്കി അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ആ ചെറുപ്പക്കാർ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. യാ ബുനയ്യ എന്ന പദം മുഫസ്സിറുകൾ കുറെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഉപദേശമാണ് എക്കാലത്തും ഫലം ചെയ്യുന്ന ഉപദേശം. അതാണ് ഉസ്താദെ ചെറുപ്പക്കാർ ചെയ്യുന്നതൊക്കെ നല്ലതാണോ? അങ്ങനെ ഞാൻ പറഞ്ഞതിനർത്ഥമല്ല. മറിച്ച് നമ്മൾ നൽകുന്ന ഉപദേശങ്ങളുടെ ശൈലി മാറേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾക്ക് പള്ളികളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും പ്രവർത്തകരായിട്ട് അവരെ നമ്മൾക്ക് അതിനും കൂടെ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഈ പരുഷമായ നിലപാട് മാറ്റിയാൽ കുട്ടികൾ പള്ളിയിലേക്ക് വന്നോളൂ.